ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ കോളേരി ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു ആൽമരമാണ്. ആ ആലിൻ്റെ കൂടെ ഒരു മാവും ഒരു പ്ലാവും, ഇത് മൂന്നും കൂടെ ഒന്നിച്ച് ഒരു തറയിൽ നിന്നും വളർന്ന് പടർന്ന് പന്തലിച്ച് ഒരു ദേശത്തിന് മുഴുവൻ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചയായി. ആ ആല് പടർന്ന് പന്തലിച്ച് കാറ്റ് നൽകുമ്പോൾ, മാങ്ങയുടെ സീസണാകുമ്പോൾ നിറച്ചും പൂത്തുലഞ്ഞ് മാങ്ങ, അതേപോലെ ചക്ക, ഇഷ്ടംപോലെ ചക്കയായിട്ട് ഈ മൂന്ന് വൃക്ഷങ്ങളും ഒന്നിച്ച് നിൽക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാഴ്ചയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് നമ്മുടെ ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രം കോളേരിയിലാണ് ഈ ആൽമരം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിലുമുണ്ട് കേട്ടോ ഒരു പുരാണകഥ. നമ്മുടെ ആലിൻ്റെ പിന്നിലുള്ള പുരാണകഥ അധികം നമുക്കാർക്കും അറിയാത്തതാണ്. പാലാഴി കടഞ്ഞപ്പോൾ ഉയർന്നു വന്നവയുടെ കൂടെ മഹാലക്ഷ്മിയുടെ ജ്യേഷ്ഠസ്ഥാനം കൽപ്പിക്കുന്ന ജ്യേഷ്ഠ ഭഗവതിയും ഉണ്ടായിരുന്നു. ജ്യേഷ്ഠ ഭഗവതിയെ ആരും കൈക്കൊള്ളാതിരുന്നപ്പോൾ ത്രിമൂർത്തികൾ ആൽമര ചുവട്ടിൽ ഭഗവതിയോട് പോയിരുന്നു കൊള്ളാൻ അനുവദിച്ചു. അതേ തുടർന്ന് ഒരു വ്യവസ്ഥ പ്രകാരം ശനിയാഴ്ച മഹാലക്ഷ്മി ആൽമര ചുവട്ടിൽ എത്തുന്നു. ഇതുകൊണ്ടാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ ആൽമരത്തെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിക്കുന്നത് ഉത്തമമാണെന്ന് പറയുന്നത്. ആലിന് എത്ര പ്രദക്ഷിണം ചെയ്യുന്നുവോ അത്രയും നമസ്കാരം ചെയ്യുന്നതും പ്രധാനമാണ്. അരയാലിന് 7 പ്രദക്ഷിണം വേണം. 7ൻ്റെ ഗുണിതങ്ങളുമാകാം. 108 ആയാൽ പ്രദക്ഷിണം അത്യുത്തമമാണ്. ആൽമരച്ചുവട്ടിൽ പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ തുടങ്ങിയ ശ്രേഷ്ഠമായ ഭാഗ്യാംശങ്ങളുടെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാൽ ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും ആൽമരച്ചുവട്ടിൽ ചെലവഴിക്കുന്നവർക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാകുമെന്നാണ് ശാസ്ത്രമതം. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ഈ ക്ഷേത്രവും ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഈ ആൽമരവും കാണാൻ എത്തിച്ചേരുന്നുണ്ട്. കോഴിക്കോട് വഴി വരുന്നവർക്കാണെങ്കിൽ മീനങ്ങാടി അപ്പാട് റോഡിന് 9 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മുടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ബാംഗ്ലൂരിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ സുൽത്താൻ ബത്തേരി മാനന്തവാടി റൂട്ടിൽ 13 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മുടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. മാനന്തവാടി വഴി വരുന്നവർക്കാണെങ്കിൽ മാനന്തവാടി സുൽത്താൻ ബത്തേരി റൂട്ടിൽ കോളേരി എന്ന സ്ഥലത്താണ് നമ്മുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മാനന്തവാടിയിൽ നിന്നും 24.8 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ ക്ഷേത്രത്തിലേക്ക്. നമ്മുടെ ഈ ആൽമരം ഇവിടെ നട്ട് നനച്ച് അതിന് വെള്ളം ഒഴിച്ച് വളർത്തിയ 2 ചേച്ചിമാരാണ് ഈ നിൽക്കുന്നത്. ഒന്ന് സരസമ്മത്തി ചേച്ചി, ഒന്ന് ശാന്ത ചേച്ചി. ചേച്ചി, നിങ്ങളുടെ ചെറുപ്പകാലത്തല്ലേ ഈ ആലിവിടെ നമ്മൾ വെച്ച് പിടിപ്പിച്ചത്? എനിക്ക് 13 വയസ്സും ഇവർക്ക് 11 വയസ്സും ഉണ്ട്. അന്ന് ഞങ്ങളെ പേര് വരെ വെള്ളം കൊണ്ട് അറക്കപ്പറമ്പിൽ ഇട്ടുണ്ട അച്ഛന്റെ പേര്. അച്ഛനാണ് ഇവിടെ കൊണ്ടുവന്ന് ആലും മാവും പ്ലാവും വെച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ ഈ വെള്ളം ഒഴിച്ച് നനച്ച് ഇത് വളരട്ടെ, നമുക്ക് വലുതാക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ എപ്പോഴും ഓടി ഞങ്ങൾ ചെന്ന് വെള്ളം മുക്കി കൊണ്ടൊഴിക്കും. ഇവിടെ അടുത്ത് തന്നെയാണ്, ഈ അമ്പലത്തിനോട് ചേർന്നാണ് ഞങ്ങളുടെ വീട്. ഞങ്ങൾ ഓടിക്കളിച്ച് നടന്ന സ്ഥലമാണ്. അമ്പലമൊക്കെ അന്ന് ചെറിയ അമ്പലം, ഒരു ഓടിട്ടൊരു കുഞ്ഞമ്പലം. ചെറിയൊരു അമ്പലമാണ്. അതോടുകൂടി പെട്ടെന്ന് ഒരു 5-8 വർഷം കൊണ്ട് നല്ലപോലെ കൊഴുത്ത് നല്ലപോലെ വളർന്നു. അങ്ങനെ പറഞ്ഞു. ഇപ്പം എന്റെ കണക്ക് കൂട്ടിൽ ഒരു 52 വയസ്സാണ് ഞാൻ എന്റെ കണക്ക് പറയുന്നത്. അന്ന് എനിക്ക് 13 വയസ്സ് പ്രായം. അപ്പൊ അങ്ങനെ പിള്ളേരായതുകൊണ്ട് ഞങ്ങൾ ഓടി 2 നേരം വെള്ളം ഒഴിച്ച് ഞങ്ങളാണ് ഈ ആര് വളർത്തിയത്. പിന്നെ അറക്കപ്പറമ്പിലെ അച്ഛനും എന്റെ ആങ്ങളെ ഗോപിച്ചാട്ടൻ, ശാന്ത ചേച്ചീന്റെ ഈ ശാന്തയിലെ ആങ്ങളെ ഗോപിയാണ് ഇതിന് നനയ്ക്കാനും അതിന്റെ ചൂടൊക്കെ നന്നാക്കാനും കൂടിയത്. പുള്ളിക്ക് ഇപ്പൊ 69 വയസ്സ്. ഈ ആൽമരം കിട്ടിയത് അറക്കപ്പറമ്പിൽ 2ാം പേരപ്പന്റെ, ഞങ്ങൾ പേരപ്പൻ എന്നാ പറയാ, പേരപ്പന്റെ കച്ചിത്തുറു കിട്ടിയ ഒരു
താന്നിമരത്തിന്റെ ഒത്തിലിരുന്ന് വിറ്റില്ല. അത് എന്റെ ആങ്ങളെയാണ്. ആ. അത് നിലത്ത് ചാടിക്കാതെ അവിടുന്ന് വേര് പൊട്ടിച്ച് കളയാതെ പറിച്ചു കൊണ്ടുവന്ന് മാവും പ്ലാവും പേരപ്പനോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. നമുക്കിങ്ങനെ അമ്പലത്തിൽ വെട്ടാന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ഞാനും ഞങ്ങളുടെ വെള്ളം ഒഴിച്ച് നനച്ച് വളർത്തി വലുതാക്കി. അന്ന് എന്റെ ആങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ ആൽമരം വെക്കുന്നവര് പുള്ളിയുടെ പുള്ളിയുടെ ജാതകത്തിലുണ്ട് ഒരു ക്ഷേത്രത്തിൽ ആൽമരം വെക്കും. അപ്പൊ അന്നേരം പുള്ളി പറഞ്ഞ് അതൊന്നും ഉണ്ടായി. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വയനാട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നപ്പോൾ പുള്ളി ഈ ആലും മാവും കൂടെ കൊണ്ടുവന്ന് വെച്ച് അന്ന് പുള്ളിയുടെ ജാതകത്തിലുണ്ട് 69 വയസ്സിൽ മരിക്കുന്നു. അതേപോലെ തന്നെ 69 വയസ്സൊക്കെ മരിക്കുകയും ചെയ്തു. അപ്പം മരിച്ചിട്ട് 5-6 വർഷമായി. നമ്മള് എന്താ എല്ലാരും വിശ്വാസങ്ങൾ ഇല്ലെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ വിശ്വസിച്ച് പോകും അല്ലേ? വിശ്വാസം ഇല്ലാതെ പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് കൃഷ്ണനാണ് ഇച്ചിരി കഴിവൊക്കെ ആരും മാവും പ്ലാവും കൂടെ കൂടിയതിൽ നമ്മൾ ഈ മണി കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കും. അതിന് വേണ്ടിയിട്ട് എല്ലാവരും കണ്ടിട്ട് കിട്ടുന്നുണ്ട്. എന്ത് കാര്യം നമുക്ക് മനസ്സിൽ നടക്കുന്നെങ്കിൽ അത് ഓർത്തിട്ട് വന്ന് 7 വലത്ത് വെച്ച് ആരിനും മാവിനും പ്ലാവിനും 7 വലത്ത് വെച്ച് ഈ മണി. പിന്നെ കുഞ്ഞുങ്ങളുണ്ടാകാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ നിങ്ങൾക്ക് അത് സാക്ഷിയിട്ട് ഉണ്ടായതായിട്ട് നല്ല വിശ്വാസത്തോടു കൂടി ആരും മാവും കൂടിയെങ്കിൽ പ്ലാവിന് ഈ മണി കെട്ടി ഇവിടെ വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാല് അത് നമുക്ക് അനുഭവ സാക്ഷ്യമാണ് അല്ലേ? മഴയോ മഞ്ഞോ വെയിലോ എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹ വർഷത്താൽ ഒരു ദേശത്തിന് മുഴുവൻ കാവലായി പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് നമ്മുടെ ഈ ആത്മാവ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന മഹത് സന്ദേശമേകിയ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘത്തിൻ്റെ കീഴിലുള്ള നമ്മുടെ ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രത്തിൽ ജാതി മത ഭേദമില്ലാതെ ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നുമാണ് അനവധി ഭക്തജനങ്ങൾ. ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ സാധിക്കും. അനവധി ഭക്തജനങ്ങൾ ഇവിടെ വന്ന് ഈ കാഴ്ചകൾ കണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ തൊഴുത് അവരുടെ ഉദ്ദിഷ്ടകാര്യം എന്താണോ അത് സങ്കല്പിച്ച് അവിടെ വഴിപാട് നടത്തി ആത്മസായുജ്യം അടഞ്ഞു പോകുന്നത്. ഈ വീഡിയോയിൽ എല്ലാവരും ഉദ്ദേശിക്കുന്ന തരത്തിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റിയെന്ന് തോന്നുന്നില്ല. എന്നാലും എന്നാൽ കഴിയുന്നതും ഞാനിതിനെ നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയുള്ള തെറ്റുകുറ്റങ്ങൾ എല്ലാവരും സദയം ക്ഷമിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അതോടൊപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നന്ദി, നമസ്കാരം.